2 പ്രാവശ്യം കൃഷിമന്ത്രിയായിരുന്നപ്പോൾ എന്റെ സഹോദരൻ തോമസ് ചാണ്ടി അദ്ദേഹത്തെ കേരളത്തിൽ കൊണ്ടുവന്നു, കുട്ടനാട്ടിൽ കൊണ്ടുവന്നു. കുട്ടനാട് മുഴുവൻ അദ്ദേഹം സന്ദർശിച്ചു. 1880 കോടി രൂപ പ്ലസ് 400 2220 കോടി രൂപ കുട്ടനാട് പാക്കേജിന് വേണ്ടി തന്ന വ്യക്തിയാണ് പവാർജി. അപ്പൊ അദ്ദേഹത്തിന്റെ കഴിവ്, അദ്ദേഹത്തിന്റെ നമ്മളോടുള്ള സ്നേഹം അത് വലുത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു സംവിധാനത്തിന്റെ കീഴിലാണ് അതെങ്ങനെ മാക്സിമം നമുക്ക് ഉപയോഗപ്പെടുത്താം, എങ്ങനെ ഉപയോഗിക്കാം. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്ക് പ്രസിഡന്റിനെ, അല്ലേ? പ്രസിഡന്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു അരിപ്പൊടിയാണ്, അല്ലെ? അത് നിങ്ങൾക്ക് പുട്ടായിട്ടോ ഇടിയപ്പമായിട്ടോ അടയായിട്ടോ കൊഴുക്കട്ടയായിട്ടോ എങ്ങനെ വേണേലും ഉണ്ടാക്കാം. അരിപ്പൊടിയാണ്, അത് ഉണ്ടാക്കേണ്ട ചുമതല നിങ്ങൾക്കാണ്. ഏത് രീതിയിൽ വേണം ഉണ്ടാക്കി കഴിക്കാൻ, ടേസ്റ്റ് ഉള്ള രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആസ്വദിക്കാം. അതിന് പകരം പൊടിയായിട്ട് വെതറിയാൽ ഒരു പ്രയോജനമില്ല, കണ്ടുപോലും പ്രസിഡന്റിനെ കാണത്തില്ല. അപ്പൊ അതിലും നല്ലത് എങ്ങനെ പ്രസിഡന്റിനെ ഉപയോഗിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന നല്ല കാര്യമാണ്. അപ്പൊ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നല്ല ആഹാരമായിട്ട് പ്രസിഡന്റിനെ കഴിക്കണമെന്നുള്ളതാണ് എനിക്ക് തരാനുള്ള റിക്വസ്റ്റ് ഇന്നത്തെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ എന്നെ ഉപയോഗിക്കാമോ ആ രീതിയിലെല്ലാം ഉപയോഗിക്കണമെന്നുള്ള ഒരഭിപ്രായമാണ് എനിക്കിന്ന് പറയാനായിട്ടുള്ളത്. മറ്റേ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിനകത്ത് കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, ദൈവനാമത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം തീർച്ചയായിട്ടും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി 14 ജില്ലയ്ക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് NMC ഉൾപ്പെടെ NSC ഉൾപ്പെടെ സേവാദൾ ഉൾപ്പെടെ എല്ലാ സംഘടനകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ രീതിയിലും NYC ഉൾപ്പെടെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, NYC എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചൂട് വരുന്നുണ്ട്. അപ്പം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും, അങ്ങനെ സാധിക്കണം. അപ്പൊ ആ രീതിയിൽ ഈ കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം കൂട്ടായിട്ടുള്ള പ്രവർത്തന പ്രസിഡന്റും 2 വർക്കിംഗ് പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ മറ്റ് ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ അംഗീകരിച്ച് ഇന്ന് സ്വീകരിക്കാനുള്ള എത്തിയ നിങ്ങളോട് എല്ലാവരോടുള്ള അകമഴിഞ്ഞ സ്നേഹവും നന്ദിയും ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. കാരണം കുട്ടനാട്ടിൽ നിന്നും എല്ലാ പ്രദേശത്തു നിന്നും, പ്രത്യേകിച്ചും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ നിന്നും എല്ലാവരും എത്തി. പലരും നോയമ്പ് മാറ്റിവെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം നമുക്കറിയാം അതിന്റെ ബുദ്ധിമുട്ടും പ്രയാസവും നിങ്ങൾക്കുണ്ട്. എങ്കിലും എന്നെ ആദരിക്കാൻ നിങ്ങൾ കാണിച്ച നല്ല മനസ്സിനും എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് എന്നെ പ്രസിഡന്റായിട്ട് അംഗീകരിച്ച നിങ്ങളോട് എല്ലാവരോടും നീതിയും സത്യവും നിഷ്പക്ഷതയിലും പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഒരു തെറ്റും കൂടാതെ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സ്നേഹവും ആ വലിയ പരിപാലനവും എനിക്ക് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം.